പലർക്കും പ്രോപ്പർട്ടി വാങ്ങിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ പല പ്രോപ്പർട്ടികൾ അന്വേഷിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ പ്രോപ്പർട്ടി ലഭിക്കണം എന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, പ്രോപ്പർട്ടി കണ്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു നെഗോസിയേഷനും കൂടെ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യും. അതും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങി വില കുറച്ച് ലാഭകരമായി പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾക്ക് ലാഭകരമായി പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് വീട് വെക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, ലാഭകരമായി പ്രോപ്പർട്ടി ലഭിക്കാൻ സാധ്യതയുള്ള മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ബാങ്ക് ജപ്തി ചെയ്ത പ്രോപ്പർട്ടികൾ നോക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് ബാങ്ക് ജപ്തി ചെയ്ത പ്രോപ്പർട്ടികൾ നോക്കുക എന്ന് പറയാൻ കാരണം, അതായത് ബാങ്കിലൂടെ ലോൺ എടുക്കുന്നു, ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ബാങ്ക് ആ പ്രോപ്പർട്ടി ജപ്തി ചെയ്യും. ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ അത് ലേലത്തിൽ വെക്കും. ഇത്തരം പ്രോപ്പർട്ടികൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റിനേക്കാൾ 15-25% താഴെയായിട്ട് ഈ പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. കാരണം ബാങ്കിന് എത്രയും വേഗം ക്യാഷ് പിരിഞ്ഞു കിട്ടേണ്ടത് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വിറ്റഴിക്കാൻ ബാങ്ക് അവിടെ പരമാവധി ശ്രദ്ധിക്കും. അപ്പോൾ ആ പ്രോപ്പർട്ടി വളരെ വേഗത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും അധികം വില കുറച്ച്, അതായത് 15 മുതൽ 25% വരെ മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന പ്രൈസിൽ ആ പ്രോപ്പർട്ടി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എന്നാൽ ഇത്തരം പ്രോപ്പർട്ടികൾ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആദ്യം ഈ പ്രോപ്പർട്ടി നമ്മൾ പോയി കാണണമെങ്കിൽ അവർ അഡ്രസ്സ് കിട്ടണം. അതിനെ ഏത് ബാങ്കിന്റെ ഈ ഓഷൻ വെബ്സൈറ്റുകളിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സംസ്ഥാനം, ഡിസ്ട്രിക്ട്, വില്ലേജ് തുടങ്ങിയ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രോപ്പർട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന്റെ അഡ്രസ്സ്, അതിന്റെ ഗ്രോസ് പ്രൈസ്, കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഓഷനിൽ മുഖേന നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് ഹിഡൻ കോസ്റ്റുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാലം പ്രോപ്പർട്ടി അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹിഡൻ കോസ്റ്റുകൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതായത് വാട്ടർ ബില്ല് ഉണ്ടാകാം, ഇലക്ട്രിസിറ്റി ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടാകാം, അപ്പോൾ അതിന്റെ പിഴയുണ്ടാകാം, ചിലപ്പോൾ അത് റദ്ദാക്കിയിട്ട് തന്നെ ഉണ്ടാകാം. അതേപോലെ തന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ചാർജുകൾ, ഇങ്ങനെയെല്ലാം തന്നെ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ഹിഡൻ കോസ്റ്റുകൾ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും കാലം വീട് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു മെയിൻ്റെനൻസ് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിയും കൂടെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത്തരം പ്രോപ്പർട്ടികളെ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പോൾ ബാങ്ക് ജപ്തി ചെയ്ത പ്രോപ്പർട്ടികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിന്റെ ഈ ഓഷനിൽ മുഖേന പങ്കെടുത്തുകൊണ്ട് ഇത്തരം പ്രോപ്പർട്ടികൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ സാമ്പത്തിക ബാധ്യതയുള്ള പ്രോപ്പർട്ടികൾ. അതായത് സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ വിറ്റഴിയപ്പെടുന്ന പ്രോപ്പർട്ടികളുണ്ട്. അത് മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന പ്രൈസിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് ഏതെങ്കിലും കുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഫണ്ടിന് ഷോർട്ടേജ് വരുന്ന സമയത്ത് വളരെ വേഗത്തിൽ വിറ്റഴിപ്പിക്കാൻ അവർ ശ്രമിക്കും. അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മുതിർന്ന ഒരു കാരണവരുണ്ടാകും, അവരുടെ മരണത്തോടനുബന്ധിച്ച് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രോപ്പർട്ടി വളരെ വേഗത്തിൽ വിറ്റഴിക്കും. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ മാർക്കറ്റിൽ വളരെ അധികം താഴ്ന്ന പ്രൈസിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം പ്രോപ്പർട്ടികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന പ്രൈസിൽ ഇത്തരം പ്രോപ്പർട്ടികൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് പഴയ പ്രോപ്പർട്ടികൾ അന്വേഷിക്കുക എന്നത്. പഴയ പ്രോപ്പർട്ടികൾ എന്ന് പറയുന്ന സമയത്ത് നിലവിൽ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നുണ്ടാവില്ല, പുതിയ വീട് വെച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ പഴയ പ്രോപ്പർട്ടി ആയിട്ട് അത് അവിടെ കിടക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ പഴയ വീടായിട്ട് അവിടെ നമ്മൾ കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ അന്വേഷിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇവിടെ ചെറിയൊരു മെയിൻ്റെനൻസ്, അറ്റകുറ്റപ്പണി ഇവ നമ്മൾ കാണണം. കാരണം ഇത്രയും കാലം അടഞ്ഞു കിടക്കുന്നതായിക്കൊണ്ട് തന്നെ ചില അറ്റകുറ്റപ്പണികൾ അവിടെ പ്രതീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം വിലക്കുറവിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നത് ഒരു ഓപ്ഷനാണ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ നഗരത്തിന് പുറത്തേക്ക് നിങ്ങൾ പോകുക, ഗ്രാമീണ മേഖലകളിലേക്ക് പോകുക എന്നതാണ്. ഗ്രാമീണ മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ നഗരപ്രദേശങ്ങളെക്കാൾ താഴ്ന്ന പ്രൈസിൽ പ്രോപ്പർട്ടി ലഭിക്കാൻ അത് കാരണമാകും. അപ്പോൾ അത്തരം പ്രോപ്പർട്ടികൾ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്, അതായത് വളരെയധികം വിലക്കുറവിൽ തന്നെ. അഞ്ചാമത്തെ ഓപ്ഷനാണ് പ്രീ ലോഞ്ചിന്റെ സമയത്ത് നമ്മൾ ആ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്നത്. അതായത് ഏതെങ്കിലും അപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡേഴ്സ് പുതിയ പുതിയ അപ്പാർട്ട്മെന്റുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രീ ലോഞ്ചിന് മുമ്പേ ഇവ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ
വളരെയധികം താഴ്ന്ന പ്രൈസിൽ ഇവ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു കാലതാമസം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം ഇതിന്റെ പണി തീരാൻ വേണ്ടിയിട്ട്. അതായത് ഏതെങ്കിലും ബിൽഡേഴ്സിന്റെ അപ്പാർട്ട്മെന്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രീ ലോഞ്ചിന് മുമ്പേ ഈ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് താഴ്ന്ന പ്രൈസിൽ ഇത്തരം പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള 5 ഓപ്ഷൻസുകളിലൂടെയാണ് ഏറ്റവും പ്രധാനമായും മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന പ്രൈസിൽ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഈ അറിവ് വളരെയധികം ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.